ഇനി ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 ഗ്ലാസ് മൈദ 1.5 ഗ്ലാസ് റവ എടുത്തിട്ട് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കണം. ശർക്കരപ്പാനി ഉണ്ടാക്കിയത് ഒരു 4 അച്ച് ബെല്ലം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് പാനിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇത് ഞാൻ ഒഴിക്കുന്നത് 2 പാളയംകുടം പഴം അരച്ചെടുത്താണ്. അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഏലക്കായ പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തു. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം നമുക്ക് ഒരു നാളികേരത്തിൻ്റെ പകുതി നമുക്ക് ചിരകിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വറുത്തിടാം കേട്ടോ. നമുക്ക് ഒന്ന് കൊത്തുകളായിട്ട് വറുത്തിടുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ എളുപ്പത്തിന് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒഴിച്ചത് ശർക്കര പാനിയുടെ ബാക്കിയുള്ള കുറച്ച് ഞാൻ ഒഴിച്ചത് വെള്ളം പാകമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നായിട്ടില്ല, നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഒഴിക്കേണ്ടി വരും. ഇനി നമുക്ക് അതിലേക്ക് എള്ളിട്ട് കൊടുക്കാം. അപ്പോൾ ശർക്കര എള്ളിട്ട് കൊടുക്കാം. ഇനി ഒരു 2 മണിക്കൂർ ഞാൻ ഇപ്പോൾ ഒരു അരമണിക്കൂർ വെച്ചാലും മതി കേട്ടോ. ഞാൻ ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഊണ് കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ വെള്ളത്തിന് പാകമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കേട്ടോ. ഇപ്പോൾ 2 മണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ എടുത്താണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഈ നെയ്യ് നമുക്ക് ആ വെളിച്ചെണ്ണയിലേക്ക് വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലാണ് ഒഴിക്കുന്നത്. മാവിലൊഴിച്ചിട്ട് നന്നായി ഇതാക്കി എടുക്കാം. അപ്പോൾ എണ്ണ ആയി വന്നിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു പകുതി വീതം ഒഴിച്ചാൽ മതി കേട്ടോ. അത് ബോളായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ പിന്നെ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പകുതി വീതം ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ സാധാരണ അരി വെള്ളത്തിലിട്ട് പച്ചരി വെള്ളത്തിലിട്ടൊക്കെയാണ് ചെയ്യുക. പക്ഷേ ഇത് വളരെ എളുപ്പമുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ഇങ്ങനെയും ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ മൈദയ്ക്ക് പകരം നമുക്ക് മൈദയ്ക്ക് പകരം നമുക്ക് ഗോതമ്പ് ആയാലും ഉപയോഗിക്കാം. നല്ല ബോളായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ കൊത്തുനാളികേരം ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്താൽ മതി. കൊത്താക്കി വറുത്ത്, ചിലർ കൊത്തിങ്ങനെ വറക്കാതെ ഇടും കേട്ടോ. ഞാനിപ്പോൾ ചിരകിയിടുന്നത് നല്ല ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ മറിച്ച് ഇട്ട് നമുക്ക് കൊടുക്കാം. നല്ല ബോളായിട്ടുള്ള നല്ല സോഫ്റ്റും ക്രിപ്സിയും ഒക്കെ ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ വളരെ എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ അരി കുതിർത്തണം അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ഇത് ചെയ്ത് ഒരു അരമണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. ഞാൻ ഊണ് കഴിഞ്ഞ വശം ഇതാക്കി വെച്ച കാരണം പിന്നെ ചായയുടെ നേരത്താണ് ഞാൻ വലിയ പരാക്രമത്തിൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തില്ലേ ഒരു അരമണിക്കൂർ കൊണ്ട് ഇപ്പോൾ ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാവുന്ന കാര്യമുള്ളത്. നല്ല ഉണ്ണിയപ്പമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇനി മധുരം ഓരോരുത്തരും ഇപ്പോൾ 4 അച്ച് ശർക്കര ഇട്ടിട്ട് നല്ല മധുരം കേട്ടോ. മധുരം ഇനിയും കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. നാളികേരം വറുത്തിടണം അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതുപോലെ നെയ്യിലുണ്ടാക്കണവർക്ക് നെയ്യിലുണ്ടാക്കിയെടുക്കാം. ആ നെയ്യിൻ്റെ ഒരു ഇത് കിട്ടാനാണ് ഞാൻ അതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചത് മാവിൽ. അപ്പോൾ അങ്ങനെ ഒരു ടേസ്റ്റും കൂടി അതിന് കിട്ടും. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു പലഹാരം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. ഇവിടുന്ന് തന്നെ കഴിച്ചോളൂ. ചെറുതല്ലേ.
അപ്പോൾ നമ്മൾ വേറെ പലതും കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ടു എന്ന് വലിയ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു എളുപ്പത്തിൽ കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ കഴിച്ചോളും. പിന്നെ വിരുന്നുകാർക്ക് വയ്ക്കാനും ഒക്കെ പറ്റിയ പലഹാരമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ഒരു ഭയങ്കര ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇതുണ്ടാക്കാൻ തീ വെച്ചാൽ മതിയിട്ട്. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുറം കരിയും ഉള്ളു വേവാണ്ടിരിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഇങ്ങനെയാകുമ്പോൾ അത് സാധാരണത്തിൽ വെന്ത് നല്ല ഇതായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്തോളൂ.